ഇത് കണ്ടോ, നല്ല പച്ച പട്ട് വിരിച്ച സ്വർണ്ണ കമ്മലുകളെയൊക്കെ പേര് നിൽക്കുന്നത്. ഇത് ആക്ച്വലി പുല്ലുകളാണ് കേട്ടോ. പക്ഷേ ഇത് കാണാൻ നല്ല രസമല്ലേ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഇട റോഡാണ് കേട്ടോ. വീടിൻ്റെ വാതിക്കൽ കൂടെ മുന്നോട്ട് പോകുന്ന ഇട റോഡിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഏകദേശം 3 മണി സമയമായിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ ഈ വെയിലും കൊണ്ട് എവിടെ പോവാണെന്നല്ലേ, വരൂ കാണിച്ചു തരാം. വീഡിയോ ലാസ്റ്റ് വരെ കാണണേ. അതെ, ഈ റോഡിൻ്റെ 2 സൈഡ് നോക്കിക്കേ, നിറച്ച് മരങ്ങളും ചെടികളും പുല്ലും ഒക്കെ ചേർന്നിട്ടാണ്. നല്ല തണുപ്പുണ്ട്. അതിൻ്റെയൊക്കെ നിഴലുകളാണ് കേട്ടോ ഈ റോഡിൽ ഇങ്ങനെ ചിത്രം വരച്ചിരിക്കുന്നത്. ഇത് നേരിട്ട് കാണാൻ കുറച്ചും കൂടെ നല്ല രസമാണ് കണ്ടോ. ഇത് ഇവിടെ നിന്ന് ഈ പോകുന്ന വഴിക്ക് ഈ 2 സൈഡിലും ഇത് നമ്മുടെ കണിക്കൊന്നയൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ പൂത്തിട്ടില്ല. ഇത് ഒരു ഏപ്രിൽ മെയ് ടൈമൊക്കെ ആകുമ്പോഴേക്കും അത് പൂത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ റോഡിൻ്റെ നടുഭാഗത്ത് മഞ്ഞപ്പട്ടി വിരിച്ചതുപോലെ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ റോഡിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എ ലോട്ട് ഓഫ് വളവ് തിരിവുകളാണ്. അപ്പോൾ ഞാനിത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എണ്ണി വെച്ചിട്ടുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന നേരത്ത് വരുന്ന ഡെലിവറി ബോയ്സിനൊക്കെ ആദ്യത്തെ ടൈം വരുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഏത് വളവാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. കാരണം അവർക്ക് എണ്ണി വരാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ദേ വളവ് തിരിവുകളൊക്കെ കഴിഞ്ഞതാ നോക്കിയേ, നേരെ നോക്കിക്കേ. ഇതാണ് ഞങ്ങളുടെ തെക്കേ റോഡ്. ഞങ്ങളിതിന് തെക്കേ റോഡ് എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം ഞാൻ തെക്കേ റോഡിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എവിടെ പോകണമെന്നില്ല. ഈ വെയിൽ കൊണ്ട് ഞാൻ എന്ത് വാങ്ങിക്കാനാവും സാധാരണ പോവുക? ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അല്ലേ. അപ്പം ഞാൻ വേറെങ്ങുമല്ല പോകുന്നത്, ഞങ്ങളുടെ സ്വന്തം ദാമോദരൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് കണ്ടോ. ഇപ്പോൾ ഏകദേശം 3 മണിയായിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ അധികം തിരക്കില്ലാത്തത്. ഈ 3 മണി നേരത്ത് നല്ല ചൂടായിട്ട് കിട്ടും കേട്ടോ സാധനങ്ങളൊക്കെ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടേസ്റ്റുള്ള ഉള്ളിവടയും സുഖിയനും ഇവിടുത്തതാണ് കേട്ടോ. പക്ഷെ ഇന്ന് അതവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മൊരിഞ്ഞ പരിപ്പോടെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ 3 മണി ഒരു 3:30 മണിയൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടുത്തെ ഉത്സവമായിരിക്കും. 4 മണിയാകുമ്പോഴേക്കും ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സാധനങ്ങളൊന്നും ഈ പറഞ്ഞ ഐറ്റംസ് ഒന്നും അവിടെ കിട്ടിയില്ല. അപ്പോൾ ഈ അമ്മമ്മ ഇസ് നോട്ട് എ ചില്ലറക്കാരി. പുള്ളിക്കാരി ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. ഞാൻ നല്ല പരിപ്പോട കൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഈ പരിപ്പോടയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ പരിപ്പോടയൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. ഇനി ഞാൻ ആ പരിപ്പോട കഴിക്കട്ടെ. അപ്പോൾ കാച്ച് യു ലേറ്റർ. ടു ദ ബൈ.